UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിനായി പ്രിയങ്ക ഗാന്ധി നാളെ നിലമ്പൂരിൽ വരും. പ്രിയങ്ക എത്തുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ് നിലമ്പൂർ മണ്ഡലം. 1980-ലും 82-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥിക്കായി മണ്ഡലത്തിൽ ഇന്ദിരാഗാന്ധി എത്തിയിരുന്നു. 2 തിരഞ്ഞെടുപ്പുകളിലും പക്ഷേ UDF പരാജയപ്പെട്ടു. അതും ചരിത്രമാണ്. തെരഞ്ഞെടുപ്പിന്റെ കടുത്ത ചൂടുണ്ട് നിലമ്പൂരിൽ. മുന്നണികൾക്കായി ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിലേക്ക് വരുന്നു. പ്രചരണത്തിൽ സജീവമാകുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് UDF ക്യാമ്പിന് കൂടുതൽ ആവേശം പകരും. പ്രിയങ്ക നിലമ്പൂരിൽ വരുമ്പോൾ 45 വർഷം മുമ്പുള്ള ഓർമ്മകളിലേക്ക് പോവുകയാണ് മണ്ഡലം. 1980-ൽ AK ആന്റണി ഉൾപ്പെടെ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് U ആയിരുന്നു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. LDF പിന്തുണയിൽ C ഹരിദാസ് ആയിരുന്നു MLA. ഇന്ദിരാഗാന്ധി പ്രചരണത്തിനെത്തിയ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് TK ഹംസയാണ് മത്സരിച്ച് പരാജയപ്പെട്ടത്. അതേസമയം ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റ ആര്യാടൻ മുഹമ്മദ് നയനാർ മന്ത്രിസഭയിൽ അംഗമായി. ഹരിദാസ് രാജിവെച്ച ശേഷമുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ജയിക്കുകയും ചെയ്തു. എന്നാൽ 1982-ൽ മുന്നണി ബന്ധം ഉപേക്ഷിച്ച കോൺഗ്രസ് UDFിൽ ചേർന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി ആയതാകട്ടെ കോൺഗ്രസ് വിട്ടുവന്ന TK ഹംസയും. ആര്യാടനായി അന്നും നിലമ്പൂരിൽ ഇന്ദിരയെത്തി. 1980-ൽ 18,000-ഓളം ഭൂരിപക്ഷം നേടിയ ആര്യാടൻ 1566 വോട്ടുകൾക്ക് TK ഹംസയോട് പരാജയപ്പെട്ടു. ഇന്ദിര എത്തിയെങ്കിലും ആര്യാടൻ മുഹമ്മദിന്റെ പേര് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചില്ല എന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പോരാടി പ്രവർത്തിച്ച് DCC പ്രസിഡന്റായി വന്ന ഞാൻ, ഇതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കണക്കിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അവരാണ് വിമാനത്തിൽ വന്നിട്ട് എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ട് പ്രസംഗിക്കുക. 80-ൽ ആ പ്രസംഗത്തിൽ എൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ കാൻഡിഡേറ്റ് TK ഹംസ, ഐ റിക്വസ്റ്റ് യു ടു കാസ്റ്റ് യുവർ വോട്ട് ഫോർ ഹിം എന്ന് പറഞ്ഞ് എൻ്റെ പുറത്തിങ്ങനെ കെട്ടിപ്പിടിച്ചത് ചേർത്ത് നിർത്തിയിട്ടാണ് പ്രസംഗി. അത് കഴിഞ്ഞ് പോയി 82-ൽ ഞാൻ എതിർത്ത് ആര്യാടൻ അപ്പുറത്ത് കൂടിയപ്പോൾ കോൺഗ്രസ് അതിൻ്റെ സഹായത്തോടു കൂടി ഇന്ദിരാഗാന്ധി വീണ്ടും വന്നു. അതെ, ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രചരണത്തിലാണ് വന്നപ്പോഴാണ് ഈ വിവരമൊക്കെ മനസ്സിലാക്കണേ. അവിടെ വന്നിട്ട് പ്രസംഗം രാഷ്ട്രീയമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ അറിയോ, ആര്യാടന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഒരൊറ്റ വാചകമാണ് പറഞ്ഞത്. വെൻ ഐ കെയിം ഹിയർ ഐ അണ്ടർസ്റ്റാൻഡ് one of my colleagues contesting on the other side, I do regret. ഞാൻ സങ്കടപ്പെടുന്നു എന്നാ പറഞ്ഞത്. അന്ന് 82-ൽ ഇന്ദിരാഗാന്ധി എത്തിയിട്ടും നിലം തൊടാതെ പോയി ആര്യാടൻ മുഹമ്മദ്. അവിടേക്കാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അതും ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മാറിയതാണ് UDF ക്യാമ്പിലെ വലിയ പ്രതീക്ഷ. കഴിഞ്ഞ 2 തവണ ഭരണം നഷ്ടപ്പെട്ട UDFന് ഈ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ്. ജയിച്ചേ മതിയാകൂ. അനുകൂല സാഹചര്യം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലേക്ക് പ്രിയങ്ക എത്തുന്നതും. നാളെ 2 പൊതുപരിപാടികളിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക. ഇന്ദിരാഗാന്ധി പ്രചരണത്തിന് വന്ന തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പ്രിയങ്കയുടെ വരവും UDF പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ബിനിൽ സബു, ന്യൂസ് മലയാളം, നിലമ്പൂർ.